ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്നൊരു ചനാദാൽ മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചനാദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പരിപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ള ഒരു സുന്ദരമായിട്ടുള്ള അടിപൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തി, പൊറോട്ട അതിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഈ ചനാദാൽ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. ചനാദാൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 250 ഗ്രാം കടലപ്പരിപ്പ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വറ്റിപ്പോവും. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിടണം. കടലപ്പരിപ്പിന് അത്യാവശ്യം വേവുണ്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ വെന്തുടഞ്ഞാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിത് കുക്കർ അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്നതിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയപ്പോൾ ഞാനത് തുറന്നു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് വെള്ളം കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിരിക്കുന്നത്. കുറച്ച് വെള്ളം അതിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കട്ടെ. കുറച്ച് കടലപ്പരിപ്പ് ഇതിലൊന്ന് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉടച്ച് ചേർത്തിട്ട് ഒരു കൊഴുപ്പ് വരുത്താം. എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ഒന്ന് പൊട്ടി വന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ വെളുത്തുള്ളി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക് കൂടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി ഇടണം. നല്ലൊരു കളർ വരും. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇപ്പോൾ വെളുത്തുള്ളി നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത്. ഈ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണതിന്. പിന്നെ നമുക്ക് ഒരു സവാളയാണ് അവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഇനി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ തക്കാളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇത് നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്ന രീതിയിൽ വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തക്കാളി വഴറ്റി തുടങ്ങാം. തക്കാളി ഏകദേശം വരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതായി കാണിക്കുന്ന അളവിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഞാനത് വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. ഇത് ചേർത്തിട്ട് വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഈ മസാലപ്പൊടിയുടെ പച്ചമണം എല്ലാം പോയതിന് ശേഷം വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ കടലപ്പരിപ്പ് നല്ല തിക്കായിട്ടാണ് വരിക. അപ്പോൾ നമുക്കിതൊരു 5-8 മിനിറ്റ് കൂടെ വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേവിക്കാം. അപ്പോൾ ഞാനൊരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു നോക്കി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തിക്കായിട്ട് വന്നിട്ട് നമ്മുടെ ഗ്രേവി ഇത്രയും മതി. ഇതാണ് നമ്മുടെ ചനാദാൽ മസാല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, അതിപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിയില, അത് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്കിതൊന്ന് വറവിടാനുണ്ട്. വറവിടുന്നത് ഞാൻ നെയ്യിലാണ് ഇത് വറവിടുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശുദ്ധമായ നെയ്യായിരിക്കണം. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 6-7 ചുള വെളുത്തുള്ളി ഉണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് രുചി കിട്ടുക. ഒരു 2 വറ്റൽമുളക് 4 മുറിച്ചതും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ നമ്മുടെ ചനാദാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. സുന്ദരവും രുചികരവുമായ ചനാദാൽ ഇവിടെ റെഡിയായതായി നിങ്ങൾക്ക് കാണാം. പൊറോട്ട, ചപ്പാത്തി ഇതിനോടൊപ്പം രുചികരമായ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക.
ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.